ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിലെ ഒരു ഐറ്റമാണ്. എന്താണെന്നല്ലേ? ബീഫ് പെരളൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബീഫ് പെരളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ബീഫ് പെരളൻ ഉണ്ടാക്കാൻ നമുക്ക് മസാലകളെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കണം. മസാല റോസ്റ്റ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഇതിനോടൊപ്പം ഗരം മസാലയും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഗരം മസാലയ്ക്കായി ഞാനിവിടെ എടുത്തത് ഗ്രാമ്പൂ 2, ഏലക്ക 2, കറുവാപ്പട്ട 1, ജാതിപ്പത്തിരി 1, പെരുംജീരകം 1/2 ടീസ്പൂൺ, പിന്നെ അതിനോടൊപ്പം തന്നെ കുരുമുളക് 1 ടീസ്പൂൺ. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ മിക്സും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഞാനൊരു 2-3 മിനിറ്റ് വരെ റോസ്റ്റ് ചെയ്തെടുത്തു. നമുക്ക് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം ഏകദേശം മനസ്സിലാവും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇതിട്ട് റോസ്റ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 1 മിനിറ്റ് കഴിയുമ്പോൾ ആ ഗരം മസാലയും നമുക്കിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ ബീഫ് പെരളന് വേണ്ടിയിട്ട് മസാല അപ്പോൾ തന്നെ ഫ്രഷായിട്ട് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ ആ ഒരു ബീഫ് പെരളന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ രൂപത്തിലാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. ഇനി ബീഫ് വേവിക്കാനായി വേണ്ടതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ബീഫിനോടൊപ്പം വേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള 1, കറിവേപ്പില, വെളുത്തുള്ളി 9 അല്ലി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ലൈം ജ്യൂസ് 1-2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 മുതൽ 3. കുക്കറിൽ ഇട്ട് വേവിക്കാം. ബീഫ് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന് മീതെ ഇട്ട് കൊടുക്കുക. സവാള, ഇഞ്ചി, പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം. പിന്നെ അതിനോടൊപ്പം ലൈം ജ്യൂസ് 1-2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുക. ലൈം ജ്യൂസ് കൂടെ ഒഴിക്കുമ്പോൾ നമുക്ക് ആ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാലയും ഇട്ട് കൊടുക്കണം. പിന്നെ അതിനോടൊപ്പം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് നമുക്ക് അലർജിയൊക്കെ ആണെങ്കിൽ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. കൈകൊണ്ട് ചേർത്തിളക്കുമ്പോഴാണ് അതിനൊരു നല്ല ഒരു ആ ബീഫിനൊരു എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനി ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ആവശ്യത്തിന് ഇറങ്ങും. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ വേവിക്കാം. വേവിക്കാനായിട്ട് ഞാനൊരു 25 മിനിറ്റ് സമയമാണ് കൊടുക്കുന്നത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും. ഇനി അടുത്തത് വഴറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. വഴറ്റാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനോടൊപ്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഒരു 5-6 അല്ലി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക.
ഈ സമയം കൊണ്ട് നമ്മുടെ വേവിക്കാൻ വെച്ച ബീഫ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ വേവിച്ച് വെച്ച ബീഫും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ബീഫൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കണം. ബീഫ് പെരളൻ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്ത് മസാലയെല്ലാം പെരണ്ടിരിക്കണം, അതാണ് ബീഫ് പെരളൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഈ വെള്ളം വറ്റിക്കാനായി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പെരളൻ സെറ്റായിട്ടുണ്ട്, സ്വാദിഷ്ടമായ ബീഫ് പെരളൻ. നിങ്ങളും ഈ ബീഫ് പെരളൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.